ഡ്രഡ്ജിംഗ് ചെയ്യുന്നതിനായി ദൈർഘ്യമേറിയ എക്സ്കവേറ്റർ, 2 രീതിയിലുള്ള ബാർജുകൾ ഇവയാണിപ്പോൾ മുതലപ്പുഴയിൽ എത്തിച്ചിട്ടുള്ളത്. മത്സ്യയാനങ്ങൾക്ക് കടലിൽ പോയി വരുന്നതിന് തടസ്സമുണ്ടാകാത്ത രീതിയിലാണ് ഡ്രഡ്ജിംഗ് ജോലികൾ മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും മറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അവർക്ക് അനുകൂലമായിട്ടും അവരുടെ ജീവനും ഒരു കുഴപ്പമുണ്ടാക്കാത്ത രീതിയിൽ, അപകടം ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇവിടുന്ന് അവർക്ക് വേണ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2021 ടാക്ടി ചുഴലിക്കാറ്റിൽ തകർന്ന തെക്കേ പുളിമുട്ടിലെ കല്ലുകളും ടെട്രോപോഡുകളും അഴിമുഖത്ത് അടിഞ്ഞുകൂടുകയും ഇവ മത്സ്യയാനങ്ങൾക്ക് അപകടമാകും വിധം തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇവയും നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതോടുകൂടി പുഴയെ 2021 മുതൽ ബാധിച്ച പ്രശ്നങ്ങൾക്കാണ് പരിഹാരമാകുന്നത്. കല്ല് നീക്കം ഏകദേശം പൂർണ്ണമായിട്ട് നടത്തി കഴിഞ്ഞു. ഇനി കല്ല് പൂർണ്ണമായിട്ട് അവിടെ നീക്കി കഴിഞ്ഞു. മണ്ണ് നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളാണ് മുതലപ്പുഴി തുറമുഖത്ത് പ്രശ്നങ്ങളുണ്ടാക്കിയത്. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജൂലൈ 31 മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.